ടിക്കറ്റ് ഫിനാലെ ലഭിച്ചതിന്റെ സന്തോഷത്തേക്കാൾ കൂടുതൽ ഇപ്പോൾ വിഷമത്തിലാണ് നൂറ. ഇത്രയും നാൾ എല്ലാവരും വിചാരിച്ചിരിക്കുന്നത് അത് ടോപ്പ് 5ലേക്ക് എത്തുവാനുള്ള പാസ്സാണെന്നാണ്. എന്നാൽ ലാലേട്ടൻ ഇന്നലത്തെ എപ്പിസോഡിൽ അത് തിരുത്തി കൊടുത്തിട്ടുണ്ടായിരുന്നു. അത് ഫിനാലെ വീക്കിലേക്കുള്ള എൻട്രി മാത്രമാണെന്നാണ് ലാലേട്ടൻ വ്യക്തമായി പറഞ്ഞിരുന്നത്. അപ്പോഴാണ് ഹൗസ്മേറ്റ്സിന് പോലും അത് മനസ്സിലായത്. ഇന്നത്തെ എപ്പിസോഡിന് ശേഷം പട്ടാഗേൾസ് ഇരുന്ന് സംസാരിക്കുകയായിരുന്നു. ആ സമയത്താണ് നൂറ പറഞ്ഞത്, ഈ ഒരു വീക്കിലെ എവിക്ഷൻ ഫ്രീക്ക് വേണ്ടി മാത്രമായിരുന്നു ഞാൻ ഇത്രയും പട്ടിപ്പണിയെടുത്ത് കഷ്ടപ്പെട്ടത്. എൻ്റെ ആരോഗ്യം മുഴുവൻ കളഞ്ഞ് ഞാൻ ഈ ഒരു ഇമ്മ്യൂണിറ്റിക്ക് വേണ്ടി മാത്രമായിരുന്നു കഷ്ടപ്പെട്ടിരുന്നത്. ശരിക്കും എന്നെ ഇത് വളരെ നിരാശപ്പെടുത്തി. ബിഗ് ബോസ് ഇങ്ങനെ ചെയ്യുമെന്ന് വിചാരിച്ചില്ല. ഇങ്ങനെയാണെങ്കിൽ ടിക്കറ്റ് ഫിനാലെ വേണ്ടായിരുന്നു എന്നുള്ള സംസാരത്തിലായിരുന്നു നൂറ. ഇപ്പോൾ രണ്ടുപേരാണ് ഫിനാലെ വീക്കിലേക്ക് സെലക്ട് ആയിരിക്കുന്നത്. ഒന്ന് നൂറയും രണ്ടാമത്തേത് അനുമോളുമാണ്. എന്നാൽ ഇത്രയേറെ രാവെന്നോ പകലെന്നോ ഇല്ലാതെ കഷ്ടപ്പെട്ടിട്ട് നൂറയ്ക്ക് കിട്ടിയത് വെറും ഇമ്മ്യൂണിറ്റി പവർ മാത്രം, അല്ലാതെ വേറെ ഒരു ബെനിഫിറ്റും ഒരു യൂസും അതിനെക്കൊണ്ട് ഇല്ലാലോ എന്നായിരുന്നു നൂറ വിഷമമായി ആദിലയോട് പറഞ്ഞിരിക്കുന്നത്. ഒരുപാട് ഹാർഡ് വർക്ക് ചെയ്തുകൊണ്ട് തന്നെയാണ് നൂറ അത് കരസ്ഥമാക്കിയിരിക്കുന്നത്. അത് കിട്ടിയപ്പോൾ നൂറയുടെ സന്തോഷമൊന്ന് കാണേണ്ടത് തന്നെയായിരുന്നു. എന്നാൽ ഇന്ന് അതിനേക്കാളും ഇരട്ടി നൂറ നന്നായി വിഷമിക്കുന്നുണ്ട്. നൂറയുടെ വിഷമം കണ്ടപ്പോൾ ആദില പറഞ്ഞു, നീ ഒരുപാട് ഹാർഡ് വർക്ക് ചെയ്തുകൊണ്ട് തന്നെയാണ് ഇത് നേടിയെടുത്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇതെല്ലാം പ്രേക്ഷകരും എല്ലാവരും കാണുന്നുണ്ടാകും, നിന്റെ സ്ട്രെങ്ത് എത്രയാണ് എന്നുള്ളത്. അതുകൊണ്ട് നീ ഒരു കാര്യത്തിലും വിഷമിക്കേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് സമാധാനിപ്പിക്കുകയായിരുന്നു. ചുരുക്കി പറഞ്ഞാൽ നൂറ 3G ആയ അവസ്ഥയാണ്. നിങ്ങൾക്ക് BBയുടെ അപ്ഡേറ്റ്സ് അറിയുവാൻ താല്പര്യമുണ്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക.